എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുറന്നു വരുന്ന വെബ് പരമ്പരയുടെ 1324 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത് തിരുവനന്തപുരം ഹോമിയോപ്പതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അരവിന്ദ് അക്ഷനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര നന്ദി. ഡോക്ടർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഒരു നല്ല ക്ലാസ് എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഡോക്ടറെ, ആ ഫേസിൽ ലൈറ്റ് വരുന്നില്ല, ഡാർക്ക് ആയിരിക്കുക. ഒന്ന് കുറച്ചുകൂടെ ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ കാണുന്നില്ല, ഡോക്ടറെ കാണുന്നില്ല. ശരി, വീണ്ടും ഗർഭായി. ഡോക്ടർ ഇരുട്ടത്തിരിക്കുന്ന ഫേസിലെ ലൈറ്റ് വരും. നല്ല ലൈറ്റ് ഉണ്ട്, പക്ഷെ ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എപ്പോഴോ ഒന്ന് തിരിച്ചപ്പോ ഒന്ന് നല്ല ലൈറ്റ് തോന്നി. ഇപ്പോ ഇല്ല. അല്ല സാർ, ഇനിയിപ്പം വീഡിയോ ഷെയർ ചെയ്യുമ്പോ നമുക്ക് എന്തായാലും കാണത്തില്ല. ഓഡിയോ വിസിബിൾ ആണല്ലോ? ഓഡിയോ കറക്റ്റ് ആണ്. ഓക്കെ, നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു നന്ദി ISPFന്റെ മെമ്പേഴ്സിനും ഇതില് എൻ്റെ പ്രസന്റേഷൻസ് കേൾക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർമാരോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ സെക്ഷൻ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്പിയ വിസ് സെപ്പിയ. എപ്പോഴും ഒരു ടോപ്പിക്കിലും ശരി, നമ്മുടെ പ്രസന്റേഷനിലും ഒരു ഡിഫറൻസ് കൊണ്ടെത്തിക്കുമ്പോഴേ മറ്റുള്ളവരെ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു നല്ല ഒരു ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അനുഭവത്തോടെ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാണ്. ധനേഷ് സാർ അല്ലെങ്കിൽ ശൈല മാഡം, എൻ്റെ സ്ക്രീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാം. ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാണാലോ? കാണാം, ശരി. സെപ്പിയ വിസ് സെപ്പിയ. ഞാൻ ഒരു PG സ്റ്റാർട്ടിംഗ് ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ മെറ്റീരിയൽ മെഡിക്കലിലെ അസോസിയേറ്റ് പ്രൊഫസറും PG കോർഡിനേറ്ററായ ഡോക്ടർ വിൻസെന്റ് സാറ് നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. കൽക്കേരിയ കാർബ് തന്നെ 2 തരത്തിലുണ്ടാകും. ഒരു ഫാറ്റി കൽക്കേരിയ കാർബ്, അതായത് നല്ലൊരു തടിച്ചുരുണ്ട കൊഴുത്ത് മുട്ട പോലെ ഇരിക്കുന്ന ഒരു കൽക്കേരിയ കാർബും വേറൊന്ന് മെലിഞ്ഞിരിക്കുന്ന ഒരു കൽക്കേരിയ കാർബും ഉണ്ട് എന്നുള്ള 2 ഫീച്ചർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഈ സെപ്പിയയിലും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. സെപ്പിയ ലേഡി കേസ് എടുക്കാനും ശരി, ഇത് സെപ്പിയാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ ഞാൻ സെപ്പിയ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന് ബെഡ് വെറ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന പല ഡോക്ടേഴ്സും അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ബെഡ് വെറ്റിംഗ്, നോക്ടേണൽ എന്യൂറിസിസ്, സെപ്പിയ ഹയർ പൊട്ടൻസിയിൽ കൊടുക്കാം. ഇത് എനിക്ക് ജോസ് M കുഴിന്തോട്ടിൽ സാർ എനിക്ക് ഒരിക്കൽ ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് പയോനിയർ ആയിട്ട് ഞാൻ സാറ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. ഞാനത് പേഷ്യൻസിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സൈനസൈറ്റിസ് എൻ്റെ സ്വന്തം പ്രിസ്ക്രിപ്ഷനാണ്. ഞാനത് ഒരു ഡ്രൈ സൈനസൈറ്റിസ് എന്നുള്ള ലെവലിലും ഡിസ്ചാർജസ് പോസ്റ്റ് നേസൽ ഡിസ്ചാർജ് വഴി മാത്രമേ വരത്തുള്ളൂ. മാക്സിലറി സൈനസൈറ്റിസിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷൻസ് എല്ലാം ഞാൻ സെപ്പിയ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഹെർണിയ, പാലക്കാടിലെ ഡോക്ടർ രാമകൃഷ്ണൻ സാറിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ് ഇൻഗ്വിനൽ ഹെർണിയ. ഞാൻ ഒത്തിരി കേസസിന് ഇൻഗ്വിനൽ ഹെർണിയ പെയിനും കുറഞ്ഞിട്ടുണ്ട്, സൈസും കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഹെർണിയ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. മീഡിയം പൊട്ടൻസി മതിയാവും, 200 പൊട്ടൻസി. പിന്നെ റിംഗ് വോം ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ റിംഗ് വോം ഇൻഫെക്ഷൻസ് നമുക്ക് ആക്ഷൻസ്
മെഡിസിൻസ് നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ കിട്ടാൻ നല്ല റിസൾട്ട് ഉള്ളത് സെപ്പിയ, ടെലൂരിനം ആൻഡ് ബേസിലിനം, ഇതുപോലത്തെ ആർസാൽബ് ഇത് നല്ല മെഡിസിൻസ് ആണ്. പക്ഷെ സെപ്പിയയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽബോ ജോയിന്റ്, നീ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്, ഈ ജോയിന്റ്സിൽ വരുന്ന റിംഗ് വോംസിൻ്റെ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കും. ബേസിലിനം ഹോൾ ബോഡി, ടെലൂരിയം ഏറ്റവും കൂടുതൽ ഇയർ, ബാക്ക് ഓഫ് ദ ഹെഡ്, കഴുത്തിന്റെ പുറകെ, കഴുത്തിന്റെ ഫ്രണ്ടില്, നെഞ്ചില്, ബ്രസ്റ്റിന്റെ അഡീസ് ഒക്കെ ഉണ്ടാവും. ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് ഒരു ഇന്റർകറന്റ് റെമഡി ആയിട്ട് സെപ്പിയ ഒരെണ്ണം എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. തൈറോയ്ഡ് TPO ആന്റിബോഡീസ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടാറുണ്ട്. റൊമിഡ്രോസസ് സ്വെറ്റിന് നല്ല സ്മെൽ ഉണ്ടാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്. അതിനും സെപ്പിയ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഹൈപ്പർ ഹൈഡ്രോസിസ് പോലത്തെ കേസിൽ ഞാൻ ജബ്രോണ്ടി ടിഞ്ചറും അല്ലെങ്കിൽ ജബ്രോണ്ടി തന്നെ 30 പൊട്ടൻസി ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്പെപ്സിയ ഇൻ ഓൾഡ് ഏജിലും ഇതെല്ലാം എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ സെപ്പിയയിലോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു സാർ എന്നോട് ചോദിച്ചിരുന്നു കമ്പാരിസൺ കിട്ടിയിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെന്ന്. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു കമ്പാരിസൺ രംഗവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണമില്ലാതെ കരയുന്നു, അത് പൾസാറ്റ്ലേറെ ഒരു ഫീച്ചറാണ്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പൾസാറ്റ്ലേറെ ഫീച്ചർ എത്തിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇത് നമ്മുടെ കീനോട്ടാണ്. കീനോട്ടിലെ സെപ്പിയ ഒഫിഷ്യനാലിസ് എന്ന മെഡിസിനിലെ ഗ്രേറ്റ് സാഡ്നെസ് ആൻഡ് വീപ്പിംഗ്, ഈ ഒരു സിംറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഒരു ഗ്രേറ്റ് സാഡ്നെസ് ആൻഡ് വീപ്പിംഗ് എന്നൊരു പ്രസന്റേഷൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നമ്മുടെ ജൂനിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം, വേറെ ആരെങ്കിലും ഒരാൾ നമ്മളോട് കേസ് വിളിച്ച് ഫോണിൽ വിളിച്ച് പറയാണ്, എൻ്റെ ഈ പേഷ്യൻ്റ് ഉണ്ടല്ലോ ഭയങ്കര സങ്കടം പറച്ചിലാണ്, എപ്പോഴും അത് കരച്ചിലാണ്. നമ്മുടെ മനസ്സിൽ ആദ്യം പൾസാറ്റിലേ വരത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കോളേജ് ലെവലിൽ തന്നെ ഡ്രഗ് പിക്ചർ ഡ്രാമ ഇതുപോലത്തെ കേസിലൊക്കെ ഒരു കുട്ടി വന്ന് കരഞ്ഞുകൊണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് പൾസാറ്റിലായത് മാത്രമേ എത്തുള്ളൂ. അല്ല, നമ്മുടെ മൈൻഡിൽ ആ സമയത്ത് സെപ്പിയും വരണം. കാരണം ഇത് സാധാരണ ലെറ്ററിലല്ല എഴുതിയിരിക്കുന്നത്, ബോൾഡ് ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് സാഡ്നെസ് ആൻഡ് വീപ്പിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റ് സാഡ്നെസ് ആൻഡ് വീപ്പിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതും ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതിന്റെ അർത്ഥം അതിന് കമ ഇല്ല, അതിന് വേറെ ഒന്നുമില്ല. ഞാൻ അതുകൊണ്ട് പൾസാറ്റിലയും കൂടെ ഇതിൽ കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പൾസാറ്റിലയില് കാരണമില്ലാതെ കരയുന്നു, പൾസാറ്റില. അസുഖം പറയുന്ന സമയത്തുള്ള കരച്ചിൽ പൾസാറ്റിലേക്കും ഉണ്ട്, സെപ്പിയയ്ക്കും ഉണ്ട്. അസുഖം വർദ്ധിപ്പിക്കൽ, അതായത് കരഞ്ഞ് അസുഖത്തിനെ കൂട്ടാൻ സാധ്യത ഉള്ള വർദ്ധിപ്പിക്കലിനെ സെപ്പിയ, നാട്രമൂർ, പൾസാറ്റിലേക്ക് ഇല്ല. അതുകൊണ്ടാണ് പൾസാറ്റിലേക്ക് കൺസോളേഷൻ, അമിലറേഷൻ ആകുന്നത്. എന്നാൽ നാട്രമൂറിനും സെപ്പിയയ്ക്കും കൺസോളേഷൻ, അഗ്രവേഷൻ ആകത്തേ ഉള്ളൂ. സ്വയമേധിയ കരച്ചിൽ, ഒരു കാര്യമില്ലാതെ അത്യാവശ്യമില്ല തന്നെത്താനെ അവർ കരച്ചിൽ വരുത്തിയെടുക്കുന്നത് സെപ്പിയ, പൾസാറ്റില. പള്ളിയിൽ മുട്ടുകത്തി നിൽക്കുമ്പോൾ അബോധാവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൺകോൺഷ്യസ്നെസ് വൈൽ നീലിംഗ് അറ്റ് ചർച്ച്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടാവുന്നു? അതിനൊരു അർത്ഥമുണ്ട്. നമ്മുടെ കീനോട്ടിൽ എഴുതിയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ സിംറ്റംസിനും ഓരോന്നിനും ഓരോ സയന്റിഫിക് റീസൺസ് ഉണ്ടാവും. ഒരു അലോപ്പതി ഡോക്ടർ കൊച്ചിന് മെഡിസിൻ മേടിക്കാൻ വേണ്ടി എന്നോടൊന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ പുസ്തകം ബോറിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വായിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ എന്താണ് നിങ്ങളുടെ ഈ സിംറ്റംസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെന്താണ്? ഇതിനൊരു സയന്റിഫിസിറ്റി ഇല്ലല്ലോ എന്ന് പറയും. ഇല്ല, ഒരുവിധപ്പെട്ട എല്ലാ സിംറ്റംസിനും സയന്റിഫിസിറ്റി ഉണ്ട്. ഇതിനുള്ള സയന്റിഫിസിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ ജോയിന്റിലും ഒരു വേസോ വേഗൽ ഒരു സർക്കുലേഷൻ ഉണ്ട്. അവിടെ ചില മുട്ടുകളിൽ ചില ആൾക്കാർക്ക് വീനസ് സർക്കുലേഷൻ മുട്ടുകളിൽ വളരെ കുറവായിരിക്കും. ഈ വീനസ് സർക്കുലേഷൻസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാൽ അത് തടസ്സപ്പെട്ടു പോകുമ്പോൾ, അതായത് നിങ്ങൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അതിന്റെ ഒരു പ്രഷർ കാരണം അവിടെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ മുകളിലോട്ടുള്ള സർക്കുലേഷൻസ് വളരെ ഡിലേ ആവുന്നു. അപ്പോൾ ഒരു വേസോ വേഗൽ സിങ്കോപ്പ് വരുന്നു. ആ സിങ്കോപ്പാണ് അൺകോൺഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അവര് മുട്ടുകുത്തി നിൽക്കുന്ന ആൾക്കാർ തിരിച്ചെണീക്കുന്ന സമയത്ത് ഇതെല്ലാം റെഡിയായി വരും. ഇതാണ് അതിന്റെ സയന്റിഫിസിറ്റി.
ഇത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണമെന്നില്ല. സെപ്യ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർക്കോ ഏതൊരു പേഷ്യന്റിന് നീ ജോയിന്റിൽ ഡെഫിഷ്യന്റ് വീനസ് സർക്കുലേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. സാങ്കേതികത്തോടും പാട്ടിനോടും സെൻസിറ്റീവ്, സംഗീതത്തിനോടും പാട്ടിനോടും വളരെ സെൻസിറ്റീവ് ആണ് അവർ. തനിച്ചിരിക്കാൻ അവർ ഭയക്കുന്നു. എന്നാൽ കമ്പനി അവർക്ക് അവേഷനാണ്, കമ്പനി നല്ല അവേഷനാണ്. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര ആശ്വാസവും അവരുടെ ഡിപ്രഷനും അതേയോട് നല്ലോണം മാറ്റം ഉണ്ടാക്കും. എല്ലാ സിംറ്റംസും മാറി വരത്തില്ല. സെപ്പിയ അപായം എല്ലാ കാര്യങ്ങളിലും വളരെ നിസ്സംഗത. ഇത് ഹനിമാൻ പറഞ്ഞിട്ടുള്ളത്. ഈ നിസ്സംഗത എന്ന് പറഞ്ഞാൽ അത് ഇൻഡിഫറൻസ് ആണ് എല്ലാ കാര്യത്തിലും. ഇത് എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അവർ കട്ടിലിൽ എറിഞ്ഞു. ഈ കട്ടിലിൽ എറിഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാൻ വേറെ ഒന്നുമില്ല. വെൻ ഹി ത്രോസ് ഹർ ടു ദി ബെഡ്, അതിനെ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അതിങ്ങനെ ആയിപ്പോയതേ ഉള്ളൂ. ഓക്കെ, അവർ കട്ടിലിൽ എറിഞ്ഞു. ഭക്ഷണം കഴിക്കാതെ ദിവസം മുഴുവനും അവിടെ തന്നെ കിടക്കുന്നു. ഇത് അർബുദത്തിന്റെ തൊട്ട് മുൻപ്, അതായത് ബിഫോർ മെൻസസ്. അവർ എല്ലാത്തിലും തെറ്റ് കണ്ടെത്തുകയും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ഫീച്ചർ വരുന്നതാണ് സെപ്യ. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നിഷേധിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഇല്ല അല്ല, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് അവർ ഒരിക്കലും, അവർ ചിന്തിക്കുന്നതാണ് ശരി എന്ന് അവർ വെച്ചേക്കുന്നത്. അവർ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന മെഡിസിൻസ് സ്ട്രമോണിയം പോലത്തെ മെഡിസിനാണ്. സെപ്യക്ക് അങ്ങനെ ഉണ്ടാവില്ല. അവർ എന്ത് ചിന്തിക്കുന്നോ അത്. പക്ഷെ അവർ ചിന്തിക്കുന്ന ഒന്നും പുറത്ത് പറയത്തില്ല. എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ വൈഫിൻ്റെ അനീത്തി എൻ്റെ വീട്ടിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വൈഫിൻ്റെ അനീത്തിയായിട്ട് നമുക്ക് അധികം പറയാൻ പറ്റൂല, എന്നാലും ഉണ്ട്. പുള്ളി ഒരു പക്കാ സെപ്യ ലേഡിയാണ്. പക്കാ സെപ്യ ലേഡി എന്ന് പറഞ്ഞാൽ പക്കാ സെപ്യ ലേഡിയാണ്. പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് ഒരു ചെറിയ വിഷമം വരും. കാരണം പുള്ളിയുടെ അച്ഛൻ ഒരു കുറച്ച് അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, മക്കൾ ഫ്രീ ആയിട്ട് വളർത്തുന്ന ഒരാൾ തന്നെ. പക്ഷെ ഡ്രസ് കോഡിലൊക്കെ പുള്ളി കുറച്ചൊരു സ്ട്രിക്ട്നെസ് ഒക്കെ വരുത്താറുണ്ട്. അപ്പോൾ ഇവർക്ക് ചെറിയ നല്ല ഡ്രസ്സുകൾ ഇടണം, അല്ലെങ്കിൽ കുറച്ച് നല്ല സ്റ്റൈലിഷ് ഡ്രസ്സ്, ഷോർട്ട് ഡ്രസ്സ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ പുള്ളി അപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാംഗ്ലൂരോ ട്രിവാൻഡ്രത്തോ ഹസ്ബൻഡിന്റെ കൂടെ, കോഴിക്കോടോ എവിടെയെങ്കിലും ഹസ്ബൻഡിന്റെ കൂടെ പോയി പുള്ളി അതെല്ലാം ഇട്ടിട്ട് തിരിച്ച് നാടൻ പെൺകുട്ടിയായിട്ട് തിരിച്ച് വീട്ടിൽ വന്നോളൂ. കൂടുതൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പുള്ളി റൂമിന്റെ അകത്ത് പോയി പൂട്ടിയിട്ട് കുറേ നേരം ഡാൻസ് കളിക്കുമ്പോൾ പുള്ളിക്ക് വിഷമമൊക്കെ മാറും. സെപ്യ പോലെ തന്നെ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ, അനീതിയല്ലേ. എഴുത്തിലും സംസാരത്തിലും തെറ്റുകൾ വരുത്തുന്നു. ഇത് കുട്ടികളുടെ കാര്യത്തിൽ. പ്രധാന പോയിന്റുകൾ മറക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ ഡിസ്ലെക്സിയ ട്രീറ്റ്മെന്റ് ഉണ്ട്, പഠന വൈകല്യങ്ങൾ വൈകി താമസിക്കുന്നു, അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട് എന്നൊക്കെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ കേസസ് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നിൽക്കുന്നു, ഇല്ല ഈ കേസസ് ഒക്കെ ഞാൻ ട്രീറ്റ് ചെയ്യുമെന്ന് ഒരു പരസ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് തലയിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, പ്രധാന പോയിന്റുകൾ കുട്ടി മറക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ മറക്കും. ഇത് അമ്മ പറയും, അച്ഛൻ പറയും, സ്കൂളിലെ ടീച്ചർ പറയാം, ട്യൂഷൻ ടീച്ചർ പറയാം, ഇല്ലേ കുട്ടി തന്നെ പറയാം. എനിക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഓർമ്മ വരില്ല, ബാക്കി എല്ലാം ഓർമ്മ വരും. അതൊരു സെപ്പിയാണ്. പാർട്ടികൾക്ക് പോകുമ്പോൾ വെറുപ്പ്, പക്ഷേ ഒരിക്കൽ അവർ അവിടെ എത്തി നൃത്തം ചെയ്യാൻ തുടങ്ങുകയും ഉടനെ ഉണർന്ന് പൂർണ്ണമായും സന്തോഷിക്കുകയും ചെയ്യും. കാരണം ഡാൻസിങ് അത്രത്തോളം അവർക്ക് അമലറേഷനാണ്. ഓക്കെ, ഗൗരവമുള്ള കുട്ടികളാണ്. നിയന്ത്രണങ്ങളോട് ദേഷ്യത്തോടെ പ്രതികരിക്കുക. ഈ റാണിമോളും അപ്പൂസും എന്നൊരു സീരിയൽ പണ്ട് ഏഷ്യാനെറ്റിൽ വളരെ ഫേമസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ രംഗം ഇട്ടുതരാം. മാഡം ഇതിൽ വീഡിയോ ക്ലിയർ ആവുന്നില്ലെങ്കിൽ മാഡം ഒന്ന് പറഞ്ഞേക്കണം. മാഡം ശൈല മാഡം വീഡിയോ ഉണ്ട്, ഞാൻ പ്ലേ ചെയ്യാൻ മാഡം, അത് നിങ്ങൾക്ക് കേൾക്കും. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും.
ഒരു ഗൗരവമുള്ള ഒരു കുട്ടിയാണ് ഈ ഈ വീഡിയോ ക്ലിപ്പിങ്ങിലുള്ള ഒരു കുട്ടി. അവരോട് എന്ത് നിയന്ത്രണം നമ്മൾ പറയുന്നു അത് വളരെ ദേഷ്യത്തോടെ പ്രതികരിക്കുക. ഈ സീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് യൂട്യൂബിലുണ്ട്. പക്ഷെ ഇതിലുള്ള വളരെ ഒരു റെയർ ഒരു ക്ലിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, സമയം വളരെ കുറവുള്ളത് മാത്രം. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഇത് മഞ്ജു വാര്യറിന്റെ ഒരു ഭാഗം, മഞ്ജു വാര്യറുടെ സിനിമയിലെ കന്മദം സിനിമയിലുള്ള മഞ്ജു വാര്യർ, മറ്റേ മഞ്ജു വാര്യർ സമ്മർ ഇൻ ബെത്ലഹേമിലെ മഞ്ജു വാര്യർ. ഇത് രണ്ടിന്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഹെൽത്തി സെപ്പിയ, മറ്റൊരാൾ അൺഹെൽത്തി സെപ്പിയ. ഇതാണ് യഥാർത്ഥ ടോപ്പിക്കിലോട്ട് നമ്മൾ ഇനിയാണ് പോകാൻ നിൽക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഹെൽത്തി സെപ്പിയയും മറ്റൊന്ന് അൺഹെൽത്തി സെപ്പിയയും. മലയാളത്തിൽ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള സെപ്പിയയും അനാഗ്രഹമേക്കുള്ള സെപ്പിയയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാം. താൽക്കാലികം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. കന്മദം സിനിമയിലുള്ള മഞ്ജു വാര്യർ നമുക്കറിയാം. പുള്ളി ആ കുടുംബത്തിലൊരു കുട്ടിയാണ്. അവർക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനീത്തിയുണ്ട്. പുള്ളിയുടെ ചേട്ടൻ ഇപ്പൊ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്തി അവർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ പോയി, പിന്നെ ആള് മരിച്ച നിലയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ എൻട്രി. ഈ സിനിമയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ സമ്മർ ഇൻ ബെത്ലഹേമിലെ സെപ്പിയെ കണ്ടിട്ടുണ്ട്. ഒരാളുടെ വസ്ത്രം തന്നെ നിങ്ങൾക്ക് കാണാം. കന്മദം സിനിമയിലുള്ള സെപ്പിയ ആ ലുക്ക് കാണുമ്പോൾ അൺഹെൽത്തി. അത് വെച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പൊട്ടില്ല, മേക്കപ്പ് ഇല്ല, ഒരു സിന്ദൂരം വെക്കാറില്ല, ഒന്നും വെക്കാറില്ല. എപ്പോഴും ദേഷ്യം കാണും, എല്ലാവരോടും ദേഷ്യം കാണും, ആരെയും അവർക്ക് വിശ്വാസമില്ല. എന്നാൽ സമ്മർ ഇൻ ബെത്ലഹേമിലുള്ള മഞ്ജു വാര്യർ കണ്ടിട്ടുണ്ടോ? ആൺകുട്ടികൾ ധരിക്കേണ്ട ഡ്രസ്സാണ് അവർ ഇട്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ വീട് പത്തനംതിട്ടയാണ്. അച്ഛൻ ദുബായിലാണ്. അച്ഛന് 2 അനിയന്മാരുണ്ട്. ഈ കുട്ടി നല്ല സുന്ദരിയാണ് കാണാൻ, അമ്മയും നല്ല സുന്ദരിയാണ്. അപ്പോ ഈ 2 ചിറ്റപ്പന്മാരും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഒരു വൃത്തികെട്ട നോട്ടം കാരണം ഈ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അച്ഛൻ വീട്ടിലില്ല. ചിറ്റപ്പന്മാരെന്ന് പറയുന്നത് രണ്ടാമത്തെ അച്ഛനായിട്ട് നിൽക്കേണ്ടതാണ്. അവരുടെ നോട്ടവും സംസാരവും എല്ലാം അതുപോലെ തന്നെയാണ്. ഇവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് ഒഴിപ്പിച്ചാലേ ആ സ്വത്തുമൊക്കെ കൈവാക്കാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ ഒരു ബിലീഫ്. ഇവരുടെ നോട്ടം സഹിക്കാതിരിക്കാൻ തന്നെ കുട്ടി പ്രായമായതിനു ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം മുതൽ കുട്ടിയുടെ നെഞ്ചും ബോഡിയും കാണാതിരിക്കാൻ ഉള്ള രീതിയിലുള്ള ആൺപിള്ളേർ ധരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ആ കുട്ടി എടുത്തു. ഞാൻ അതിനെ 14ാമത്തെ വയസ്സിൽ കാണുന്നുണ്ട്, 15ൽ കണ്ടു, 16ാമത്തെ വയസ്സിൽ കണ്ടു. എന്നൊക്കെ കണ്ടാലും എൻ്റെ മുന്നേ വന്നാലും ആ കുട്ടി ആ ഷർട്ട് ഇട്ടിട്ടേ വരത്തുള്ളൂ. നല്ലോണം സംസാരിക്കും, നല്ലോണം പെരുമാറും. പുള്ളിക്ക് എല്ലാം ചെയ്ത് നടത്തി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. ടു ബി നോട്ടഡ്, ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യം. ഈ ഇൻഡിപെൻഡൻസ് കൂടുതൽ നിൽക്കുന്ന അൺഹെൽത്തിക്കും, ഡിപ്പെൻഡൻസ് നിൽക്കുന്ന അൺഹെൽത്തിയും ഇൻഡിപെൻഡൻസ് നിൽക്കുന്നതും ഹെൽത്തി സെപ്പിയ. ഇവിടെ സ്വാതന്ത്ര്യവും അടച്ചിടലും ഇത് രണ്ടുമാണ് ഈ അൺഹെൽത്തിയും ഹെൽത്തി സെപ്പിയയുടെ ഡിഫറൻസ്. ഈ ഒരു ഡ്രസ്സ് എന്തിനാണ് ആ കുട്ടി ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നോട്ടം എൻ്റെ ഇതിലോട്ട് പോകത്തില്ല. ഞാൻ അതിൽ ഫീൽ സേഫ് ആയിട്ടിരിക്കുന്നു, എനിക്കതിൽ പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കത് അവരങ്ങനെ പലതും നോക്കട്ടെ. അല്ല സാർ, എനിക്ക് പുറത്ത് ഇറങ്ങി നടക്കണം, എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യണം, എൻ്റെ ഇഷ്ടത്തിന് പോകാൻ. ഇപ്പൊ കുട്ടി പോലീസ് ടെസ്റ്റ് എഴുതി പാസ് ഔട്ടായി നിൽക്കുവാണ്. ഇപ്പൊ ഒരു പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ അത് സാരി, ബ്ലൗസ് ഇതൊക്കെ തന്നെ എടുക്കാറുണ്ട്. എന്നാലും അത് പോലീസ് ഡ്രസ് ഇട്ട് വീണ്ടും ആ ഒരു രംഗത്ത് നിൽക്കുവാണ്. ഇതാണ് അതിന്റെ ഒരു മെയിൻ, അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു പോയിന്റ് ഇതാണ്. അടുത്തിലോട്ട് പോവാം. ഇത് അൺഹെൽത്തി സെപ്പിയിലുള്ള കന്മദം സിനിമയിലെ ഒരു ക്ലിപ്പിംഗ് ആണ്, കണ്ടുനോക്ക്. പേടിയുണ്ടോ? ഇവിടെ കയറി ഇരുന്നാ മതി, നമുക്ക് ഈ വരുമ്പത്തൂടെ ഇങ്ങനെ പാട്ടൊക്കെ. ഈ കത്തി നാളെ തന്നെ തരാൻ പറയണം, കടയിൽ അത്യാവശ്യമുള്ളതാ. എനിക്ക് പോണം, കടയിൽ ആളില്ല. സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് പാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചായത്തി കൊണ്ട് വന്നോണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരിൽ ഞാൻ ഒടിക്കും. പിടിപൊടി തല തെറിച്ചോടെ. ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാനും ചെയ്യാനാ? ചക്കന്മാരുടെ ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ വീക്ക് വെക്കാണ്ടല്ലോ. ഒട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. ഈ പൊട്ടും തൊട്ടി പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നു, അതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. അൺഹെൽത്തി സെപ്പിയൊക്കെ താനും ഒരുങ്ങത്തില്ല, മറ്റുള്ളവർ ഒരുങ്ങി നടക്കുന്നതും പിള്ളേർക്ക് അവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ആൺപിള്ളേരെ നോട്ടം ശരിയായിരിക്കത്തില്ല, അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളരുത്, അവരിങ്ങനെയാണ്, അവർ മറ്റേതാണ് മറിച്ചതാണ്, 1008 കാര്യങ്ങൾ പറയും. അത് ഒരു സെപ്പിയ ലേഡിയുടെ ഒരു ഏറ്റവും വലിയ ഫീച്ചറാണ്. പക്ഷേ
സെപ്പി ലേഡി ജനിക്കുമ്പോഴേ സെപ്പി ലേഡി ഇങ്ങനെ ആകത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ അവർ മാറിപ്പോകുന്നു. അത് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഇനിയുള്ള സ്ലൈഡിൽ നമുക്ക് നോക്കാം. പേടിയുണ്ടോ? സെപ്യ ഫസ്റ്റ് കപടം, ഒഴിഞ്ഞു മാറുന്ന ഒരു തന്ത്രം, അതായത് അടവ്, ഒഴികഴിപ്പ്. തനിക്ക് ആപത്ത് എന്ന് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പുള്ളീനെ അവിടെ കാണത്തില്ല. പുള്ളി മാത്രമായിട്ട് എങ്ങനെയെങ്കിലും അത് മുങ്ങിക്കളയും. അതിന്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. ക്ഷമിക്കണം, ഈ ക്ലിപ്പ് അടുത്ത വെള്ളിയാഴ്ചത്തെ ഇലക്ഷനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല കേട്ടോ. ഇതിലെ സബ്റ്റർഫ്യൂജ് ആർ ഫ്രോഡ്. ഫ്രോഡ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ അറിയാം? എന്താണെന്നുള്ളത് ഫ്രോഡിന്റെ അർത്ഥം അറിയാം. ഫ്രോഡ് എന്ന് പറയുന്നത് താൻ ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞാൽ പോലും അത് സന്തോഷത്തോടെയോ അല്ലെങ്കിൽ ധൈര്യത്തോടെ ചെയ്യുന്നവർ പോലെയാണ് ഫ്രോഡ് പണികൾ എന്ന് പറയുന്നത്. ഞാൻ പറ്റിക്കാൻ പോണെന്ന് അറിയാം, എന്നാലും ആ പറ്റിപ്പിന് ഒരു അന്തസ്സോടെ ചെയ്യിക്കും, അതൊരു ഫ്രോഡ്. പക്ഷെ സബ്റ്റർഫ്യൂജ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സബ്റ്റർഫ്യൂജ് എന്ന് പറയുമ്പോൾ തന്ത്രമാണ് സബ്റ്റർഫ്യൂജ്. താൻ മുങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ താൻ ഒഴിഞ്ഞു മാറാൻ പോകുന്നു എന്നുള്ളത് അഭിനയപൂർവമായിട്ടോ മറ്റുള്ളവരെ കൊണ്ട് അത് നേരത്തെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ചെയ്യിക്കുന്നതാണ് സബ്റ്റർഫ്യൂജ്. അതൊരു ഫ്രോഡായിട്ടേ അവർ ചെയ്യത്തില്ല, വളരെ തന്ത്രമായിട്ട് ചെയ്യും. വളരെ തന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രം. ഈ പറഞ്ഞ എൻ്റെ വൈഫിൻ്റെ അനിയത്തി തന്നെ, ഞാനും വൈഫിൻ്റെ അനിയത്തിയും പുള്ളിയുടെ ഹസ്ബൻഡും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ 4 പേരായിട്ട് ഗോവയിൽ കാറിൽ പോയി. കാറിൽ പോകുന്ന തന്നെ പുള്ളിക്ക് ഇഷ്ടം കൊണ്ടല്ല, ഗതികേട് കൊണ്ട് വന്നതാണ്. കാരണം പുള്ളിക്ക് ഫ്ലൈറ്റ് ഭയങ്കര പേടിയാണ്. ട്രെയിനിലും 3-4 ദിവസം കൊണ്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ 2 ദിവസം കൊണ്ട് ഗോവയിലെത്തി. 2 ദിവസം കഴിഞ്ഞ് ഗോവ എത്തിയപ്പോൾ പുള്ളിക്ക് മടുത്തു, ഗോവയൊക്കെ നല്ല രീതിയിൽ മടുത്തു. അപ്പോൾ പുള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. പക്ഷേ ഞാനും എൻ്റെ വൈഫ് പറഞ്ഞു ഇല്ല, പറ്റില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാറ്. പുള്ളി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ എത്തിയത് അവിടെ തിങ്കളാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച രാവിലെ പുള്ളി വളരെ സീക്രട്ടായിട്ട് അച്ഛനെ അമ്മയും വിളിച്ച്, സ്വന്തം അച്ഛനും അമ്മയും വിളിച്ച് എന്തോ കാര്യം പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു 10-11 മണിയാകുമ്പോൾ അമ്മായിച്ചൻ്റെ അമ്മായിയമ്മൻ്റെ ഫോൺ എനിക്ക് വരുന്നുണ്ട്, നീ എത്രയും വേഗം കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അവൾ വിളിച്ച് ഭയങ്കര കരച്ചിൽ, സങ്കടമാണ്. ഞാൻ അത് ചുമ്മാ പറയുന്നതാണ് വിചാരിച്ചു, കാരണം അവളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അങ്ങനെ കരയുന്ന ഒരാളല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, അവൾ ഭയങ്കര കരച്ചിലാണ്, നീ എത്രയും വേഗം കൊണ്ടുവരണം. അതൊരു തന്ത്രമായിരുന്നു. അവൾക്ക് തിരിച്ച് വീടെത്തണം എന്നുള്ള ഒരു തന്ത്രം ഇടകൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുകയും ചെയ്തു, അത് വിജയിക്കുകയും ചെയ്തു, ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. അതാണ് സെപ്യ. ഇതിനു മുന്നേ ആ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ സമയം നോക്കി എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തന്ത്രം സെപ്യ ലേഡിക്ക് നല്ല രീതിയിലുണ്ടാവും. അതാണ് ഞാൻ സെക്കൻഡ് പോയിന്റ് എഴുതിയത്, തന്ത്രം വിസ് തട്ടിപ്പ്. രണ്ടിനും ഒരേ. വിവാദങ്ങൾ ഉണ്ടായാൽ അവർക്ക് ചുറ്റുള്ള മികച്ച ഒരു മതിപ്പ് തന്നെ നഷ്ടപ്പെടും. അതാണ് ഇതിനെ കോൺട്രാഡിക്ഷൻ, അഗ്രവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ, അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റം തന്നെ അവരോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു മതിപ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഈ സെപ്യയുടെ വേറൊരു ഫ്യൂച്ചർ. ഒന്നാമതായി കമ. ഓക്കെ, ഒന്നാമതായി കമ, പ്രധാനമായും, പിന്നെ സെമിക്കോളൻ, അമ്മയും ഭാര്യയും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമതായി എന്ന് പറഞ്ഞാൽ അത് അമ്മ, പ്രധാനമായി എന്ന് പറഞ്ഞാൽ ഭാര്യ. അപ്പോൾ ഈ 2 വാക്കിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമതായി, ഫസ്റ്റ്ലി മദർ. ഓക്കെ, ഫസ്റ്റ്ലി ആൻഡ് ഫോർമോസ്റ്റ്ലി ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വൈഫ്. അതാണ് അതിൽ. അപ്പോൾ ആദ്യം അമ്മയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാര്യയായിട്ടും അവർ ആ കുടുംബത്തിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ വീട്, ആ കുടുംബം, അവരുടെ കരിയർ, അവരുടെ ലൈഫ്, അവരുടെ ജോലി എല്ലാം അവർ ബാലൻസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഈ ബാലൻസിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ചെറുതായിട്ട് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഡിപ്രഷനിലോട്ട് പോകും. ഈ ഡിപ്രഷനിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇൻഡിഫറൻസ്. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ കാണുന്ന ഫിഗറിൽ ഒരു ത്രാസിന്റെ തട്ടിൽ ഹസ്ബൻഡ്, സെപ്യ ലേഡി, കുട്ടി, ഒറ്റ കുട്ടിയെ ഉണ്ടാവുള്ളേ സെപ്യയ്ക്ക്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാൻ കാര്യം. അതിന് മുകളിൽ സെപ്യ പ്രസവിക്കാൻ നിൽക്കുകയില്ല. അതാണ് സെപ്യയുടെ വേറൊരു വലിയൊരു ഫാക്ടർ.
മറ്റേ കുട്ടി മറ്റേ തട്ടില് സെപ്പിയരെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്പിയരെ ലൈഫ് കരിയർ ആയിരിക്കാം, അവരെന്ത് കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ത് വേണേ ആയിക്കോട്ടെ, അത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഈ കരിയറിൽ, അതായത് വലത്തെ തട്ടില് ഹസ്ബൻഡ് കോപ്പറേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹസ്ബൻഡ് കോപ്പറേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ സെപ്പിയ ലേഡി ഇൻഡിഫറൻസിലോട്ട് പോകും. ഇൻഡിഫറൻസ് ടു ദോസ് ഹൂ ലവ്ഡ് വൺസ്, അത് കുട്ടീനോടും ആവാം ഹസ്ബൻഡിനോടും ആവാം. അതാണ് ഇവിടുത്തെ പ്രധാനം. ഹസ്ബൻഡ് കോപ്പറേറ്റീവ് ആണോ, അവർ സന്തോഷം നിൽക്കും, അതാണ് ഹെൽത്തി സെപ്പിയ. എന്താണ് ഹെൽത്തി സെപ്പിയരെ അൺഹെൽത്തി സെപ്പിയരെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഹെൽത്തി സെപ്പിക്ക് എമോഷണലി ദേ ആർ നീഡ് ഓഫ് ഫ്രീഡം. ഓക്കെ, ദേ ആർ എമോഷണലി നീഡ് ഓഫ് വളരെ ഫ്രീഡം. അവർക്ക് അവരുടെ ഹെൽത്തി സെപ്പിയരെ ഹസ്ബൻഡ് പറയുന്നു, എനിക്കിങ്ങനെ ഒന്നുമില്ല, പെൺപിള്ളേരാകുമ്പോൾ രാത്രി 12 മണിയായാലും പുറത്തിറങ്ങണം, നിനക്ക് പോകുന്ന സ്ഥലത്ത് നിനക്ക് പോക്കോ, ആ ATM കാർഡ് വേണോ ഞാൻ തരാം, ആ പൈസ വേണോ നിന്റെ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ വരാം, എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണം, അതൊന്നും ചെയ്യണം, അടുക്കും ചിട്ടയോ ഒന്നും ഇല്ല, സഹകരിക്കുന്ന എല്ലാ സെപ്പിയ ലേഡിയും ഹെൽത്തി സെപ്പിയ ലേഡിയാണ്. ഇവർക്ക് ഡിപ്രഷൻ ഇല്ല, ഇവർക്ക് ഇതില്ല, വിഷമങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ സെപ്പിയരെ ബാക്കി എല്ലാ സിംറ്റംസും കാണും, മൈൻഡ് മാത്രം കാണത്തില്ല. ഇതില്ലാത്തത് കൊണ്ട് റെപ്പട്രൈസേഷനിൽ നമ്മൾ സെപ്പിയക്ക് മാർക്ക് കൊടുക്കത്തുമില്ല. ഇത് സെപ്പി അല്ല എന്ന് വിചാരിച്ച് നേരെ പൾസാറ്റ്ലയിലോ നട്രമുറോ നമ്മൾ പോകും. ഇവിടെ തെറ്റ്. ഒന്ന്, നേരെ തിരിച്ച് ഹസ്ബൻഡ് ഒരു നക്സോമിക്ക ഹസ്ബൻഡ് ആണ്. പുള്ളി ജോലി എന്ന് വിചാരിച്ച് നിൽക്കുന്നു, ജോലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ജോലിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ രാവിലെ 9 മണിക്ക് ഓഫീസിൽ ഇറങ്ങുന്നതിന് മുന്നേ കൊച്ചിന് വയ്യാതായാൽ സെപ്പിയ ആദ്യം കൊച്ചിന് അമ്മയായിട്ട് മാറും. ജോലിയുടെ കാര്യം വിടും, വീട്ടിൽ നിന്ന് കൊച്ചിന്റെ കാര്യം നോക്കാൻ നിൽക്കും. പക്ഷെ നക്സോമിക്ക അച്ഛൻ നിൽക്കത്തില്ല, ഓൻ വീട്ടിൽ പോകും, ഓൻ ജോലിക്ക് പോയിട്ട് എല്ലാം നീ തന്നെ നോക്കിക്കോ, ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി വരാം, ഞാൻ ഇന്ന് പോയി കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്കും കൊച്ചിന് മരുന്ന് മേടിക്കാൻ പൈസ ഉണ്ടാക്കി വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ സെപ്പിയ ഒറ്റയ്ക്കാവും, ആൻഷ്യസ് ആകും, അത് എമോഷണലി നല്ലോണം വിഷമിക്കും, പിന്നെ ഡിപ്രഷൻ ആകും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡിനോട് തർക്കുത്തരം പറയും, അത് കൂടുതലാണ്. പണ്ട് കബഡി നിരത്തിയും ജ്യോത്സ്യം നോക്കിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കല്യാണം ആലോചിച്ചത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അത് നക്സോമിക്ക ഹസ്ബൻഡും സെപ്പിയ ലേഡിയും കെട്ടാൻ പറ്റുമോ, അതോ പൾസാറ്റിലെയും നക്സോമിക്ക ഹസ്ബൻഡും കെട്ടാൻ പറ്റുമോ എന്നാണ് നോക്കി തരേണ്ട ഒരു സിറ്റുവേഷൻ പോലെ ആവും തോന്നുന്നു. പക്ഷെ അത് നമുക്കേ പറ്റുള്ളൂ ഹോമിയോപ്പതി ഡോക്ടർ. സെക്കൻഡ്, നാഗിങ് ഹരിദാൻ. ഇതിന്റെ ഒറിജിനൽ മലയാളം വർഷം എനിക്ക് അറിയത്തില്ല. ഇതാണ് നാഗിങ് ഹരിദാൻ. ഒരു സെപ്പിയ ലേഡീനാണ് ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് വെച്ചോളൂ. അതിപ്പോ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നാലും ഈ നാഗിങ് ഹരിദാനാണ് ബാക്കി കാണുന്ന സെപ്പിയ ലേഡി. തൊട്ടതും പൊരിച്ചതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാത്തിനും ഒരു കുറ്റം കാണും, എല്ലാത്തിനും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യവും അവർ സാറ്റിസ്ഫൈ ആവത്തില്ല. കാരണം ചില സിറ്റുവേഷൻസില് മെൻസ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നില്ല. നിങ്ങൾ സെപ്പിയ മെൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സെപ്പിയ മെൻ എപ്പോഴും ഹെൽത്തി ആയിട്ടേ നിൽക്കത്തുള്ളൂ. അവിടെ ഒരു അൺഹെൽത്തി സെപ്പിയ മെൻ ഇല്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, മാഡം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോവാൻ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിതിന് കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. രാത്രി 10-11 മണിയാകുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടാൽ അവൻ വരും, എവിടെ പോകാനാ, വരും എന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഹസ്ബൻഡ് വിളിക്കാം, മോൻ വിളിക്കാം, മോൾ വിളിക്കാം, അമ്മ വിളിക്കാം, അച്ഛൻ വിളിക്കാം, തൊട്ടടുത്തിരിക്കുന്ന അയൽക്കാർ വരെയും പറയും, അതേ കുട്ടി പുറത്ത് എവിടെ പോയി, എപ്പൊ തിരിച്ചു വരും കൂടെ നോക്കാം. അത് തന്നെ ഒരു ക്യാമറ ആയിട്ട് നോക്കുകയും ചെയ്യും. അതാണ് ഈ പുരുഷനുമായിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവാതിരിക്കുന്ന സമയത്ത് മാത്രമേ ഇവർ ഇൻഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഇൻഡിഫറൻസ് സെപ്പിയര ഒരു നല്ല ഒരു ക്യാരക്ടർ പോലെ അല്ല. അവരെപ്പോ ഡിപ്രഷൻ വരുമോ അപ്പോഴാണ് അവർ ഇൻഡിഫറൻറ്റ് ആകുന്നത്. ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തേണ്ടതുണ്ട്. കരിയർ, തൊഴിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് എന്നിവയിലൂടെ അവർക്ക് വളരെ താല്പര്യം ഉണ്ടാകും. അതാണ് സെപ്പിയയിലെ വേറൊരു വലിയൊരു ഫീച്ചറാണ്. ഇതിൽ ഫസ്റ്റ് 3-4 പോയിന്റ് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കാം, ക്ഷമിക്കുക. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് സൈഡിലുള്ളത് ഡിപ്പെൻഡൻസും മറ്റേത് ഇൻഡിപെൻഡൻസ് ആണ്. ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഹെൽത്തി സെപ്പിയ, ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഹെൽത്തി സെപ്പിയയും ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അൺഹെൽത്തി സെപ്പിയ. വളരെ ശ്രദ്ധിക്കുക. ഇൻഡിപെൻഡന്റ്, ഫ്രീഡം. അതിൽ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഐ ആം സേഫ് ആൻഡ് ഐ ആം ഫ്രീ. ഹെൽത്തി സെപ്പിയ. എന്റെ ഹസ്ബൻഡ് എന്നെ നോക്കും, എന്റെ വീട്ടുകാരെന്നെ നോക്കും, എനിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നോട് തിരിച്ച് തർക്കത്തിനൊന്നും പറയരുത്, എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ട്. അതുകൊണ്ട് ബാക്കി സെപ്പിയർ എല്ലാ സിംറ്റംസ് വരുന്നുണ്ട്, മൊഡാലിറ്റീസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി സെപ്പി ആയിട്ട് തന്നെ നിൽക്കാം. ഇനി ഡിപ്പെൻഡൻസ് ഫാക്ടറിൽ നിൽക്കുമ്പോൾ ഞാൻ സേഫ് ആണ്, പക്ഷെ ഞാൻ ഫ്രീ അല്ല.
എല്ലാ ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് സ്ത്രീത്വം എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. ഞാനൊരു ഫെമിനിസ്റ്റ് പോലെ തന്നെ ഇനി വരുന്നുണ്ട് എന്നുള്ള ലെവലിൽ തന്നെ ഈ സെപ്പിയ പ്രവർത്തിക്കും. ഇത് കണ്ടോ, സെപ്പിയ എക്സ്ട്രീംലി ഫോഗി ആൻഡ് കൺഫ്യൂസ്ഡ് വെൻ ദേ ആർ സിക്ക്. ദിസ് ഈസ് ദ ഇൻഡിക്കേറ്റീവ് ഓഫ് ദെയർ സൈക്കിക് സൊമാറ്റിക്കലി മിററിംഗ് ദ മർക്കി ഇങ്ക് ഓഫ് ദ കട്ടിൽ ഫിഷ്. ഇതാണ് നിങ്ങളുടെ കട്ടിൽ ഫിഷ്. ഈ കട്ടിൽ ഫിഷിനെ 2 കട്ടിൽ ഫിഷ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ വീഡിയോ കവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീപ് ഡൈവ് സ്വിമ്മേഴ്സ് അവരതിനെ ഉപദ്രവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ആ ഡേഞ്ചർ സൈനിൽ നിന്ന് അവർ ആ ഇങ്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ക് റിലീസ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് മുങ്ങാനുള്ള തന്ത്രപ്പാടാണ് ആ ഇങ്ക് റിലീസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള റൂബ്രിക് എന്ന് പറയുമ്പോൾ നമുക്ക് എസ്കേപ്പ് എന്ന് വിചാരിക്കും. എസ്കേപ്പ് ഒരു റൂബ്രിക് ആയിട്ട്. പക്ഷേ കെൻ റെപ്പർട്ടറിക്കകത്ത് നിങ്ങൾ പോയി എസ്കേപ്പ് എന്നുള്ള റൂബ്രിക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പിയ കിട്ടത്തില്ല. സിന്തസിസ് റെപ്പർട്ടറിക്കകത്ത് പോയി എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 മാർക്കിൽ വെച്ചിട്ടുണ്ട്. എസ്കേപ്പ് എന്തുകൊണ്ടാണ്, ഏതിൽ നിന്നാണ് എസ്കേപ്പ്? സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണോ, ഡേഞ്ചറിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണോ, അതോ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണോ, അതോ അവരുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവരുടെ കരിയർ ആണോ, ഫാമിലി ആണോ, ഏതിൽ നിന്നാണ് എസ്കേപ്പ് ആവുന്നുള്ളത് പേഷ്യന്റ് പറയുന്നതനുസരിച്ച് നമുക്ക് സെപ്പിയയിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എസ്കേപ്പിസം റൂബ്രിക്കിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ക്യാപ്സിക്കം ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ബ്രയോണി ഉണ്ട്, ഒത്തിരി മെഡിസിൻസ് ഉണ്ട്, ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഇതിൽ ഏറ്റവും വലിയൊരു ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലൂഷൻ റൂബ്രിക്. സെപ്പിയയുടെ ഒരു ഡെലൂഷൻ റൂബ്രിക് ലാഫ്ഡ് അറ്റ് ആർ മോക്ക്ഡ് അറ്റ് എന്നൊരു സാധനമുണ്ട്. ലാഫ്ഡ് അറ്റ് ആർ മോക്ക്ഡ് അറ്റ്. നമ്മളെ നോക്കി ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഏതോ ഒരു സാധനത്തിനെ അവർ വളരെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യിക്കുന്ന സമയത്ത് ഇവര് ഒരു ഇങ്ക് റിലീസ് ചെയ്യും. ആ ഇങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ണീരാകാം, ചിലപ്പോൾ ദേഷ്യമാകാം. മനസ്സിലായോ? കണ്ണീരും ആകാം, ദേഷ്യവും ആകാം. അതാണ് ഗ്രേറ്റ് സാഡ്നസ് ആൻഡ് വീപ്പിംഗ് എന്ന് പറയുന്നത്. മറ്റേ സൈഡിൽ കോൺട്രാഡിക്ഷൻ, അഗ്രവേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു. അവരുടെ സ്വന്തം വില, അവരുടെ മതിപ്പ് തന്നെ കളയുന്ന രീതിയിൽ അവരുടെ സംസാരവും പെരുമാറ്റവും ഉണ്ടാവും. വളരെ എക്സാമ്പിൾ, 1 മാസത്തിന് മുന്നേ സത്യഭാമ, മോഹിനിയാട്ടം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതുണ്ട്. അപ്പൊ തെറ്റാണെന്ന് പറഞ്ഞു പോയി, പക്ഷെ തിരിച്ചു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാക്കയെ പറയും, ഞാൻ അതല്ല പറഞ്ഞെന്ന് പറയും, ഒരു മറ്റതാണെന്ന് പറയും. മോഹിനിയാട്ടം പഠിപ്പിക്കാനുള്ള കുട്ടികൾ അത് അവർ പഠിപ്പിക്കാൻ പറ്റും, ഫീസ് മേടിക്കും, പക്ഷെ പങ്കെടുക്കാൻ പറ്റൂല എന്ന് എന്തെങ്കിലും പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നതാണ് ഈ എസ്കേപ്പിസം എന്ന് പറയുന്നത്. അതേ സെപ്പിയ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ സെപ്പിയ ഇത്രയും ഇത് നമുക്ക് പേഷ്യനോട് കേസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കൂടെ നിൽക്കുന്ന എവിടെയോ ഒരു സെപ്പിയ, അനിയത്തി മോള് തന്നെ സെപ്പിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ 2-3 വർഷം എടുത്തു. ദെൻ ഹോമിയോപ്പതി പ്രാക്ടീഷണർ അവരെ രക്ഷകൻ, കഴിവുള്ള, അവരുടെ ഒരു ദൈവമായി കാണപ്പെടും. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് വേറെ ആരുമില്ല, നമ്മുടെ ജീസസ് ആണ്. ഒരു കാർട്ടൂൺ ഇമേജ് ആണ് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ HOD ഡോക്ടർ ജെമിനി മാഡത്തിന് ഒരു പേഷ്യൻ്റ് ഉണ്ട്. പേഷ്യൻ്റെ പേര് ബേബി എന്നാണ്, പറയാൻ പാടില്ല, എന്നാലും പറയാം, പേഷ്യൻ്റെ പേര് ബേബിയാണ്. ഓരോ തവണയും പേഷ്യന്റിനെ കാണാൻ വരുമ്പോൾ, ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ ഞാൻ മാഡത്തിന്റെ കൂടെ കാണും. മാഡത്തിന്റെ പറയും, ഡോക്ടർ അരന്തോഷൻ ഡോക്ടർ എൻ്റെ കണ്ട ദൈവമാണ്, ഞാൻ കോവിഡ് സമയത്തിൽ അസുഖം പിടിച്ച് കിടക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തി, ഇവരില്ല എന്നുണ്ടെങ്കിൽ കേട്ട് എനിക്കത് പൊളിച്ചു. ശരിക്കും മീശ മാധവൻ സിനിമയിൽ കൊച്ചിൻ ഹനീഫ കാര്യം പറയുമ്പം ജഗതി പറയുന്നല്ലോ, ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഇയാൾ വേറെ എന്തെങ്കിലും പറ എന്നുള്ള സിറ്റുവേഷനാണ്. അവർ എപ്പോഴും അത് പറയും, എപ്പോഴും പറയും. ഞാൻ ഇപ്പൊ ജെമിനി മാഡം കണ്ടിട്ട് പോയി കഴിഞ്ഞ് അടുത്ത അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള സതീഷ് സാർ വന്ന് കണ്ടാലും അവർക്ക് ദൈവമാണ്, ഞാൻ വന്ന് കണ്ടാലും ദൈവമാണ്, എത്ര ഡോക്ടർമാർ വന്ന് കണ്ടാലും അവർക്ക് ദൈവമാണ്. പക്ഷെ അവേർഷൻ ടു ഹോമിയോപ്പതിയിൽ സെപ്പിയ 3 മാർക്ക് സിന്തസിസ് റെപ്പർട്ടറിക്കകത്തുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സെപ്പിയ പൊതുവെ അവരുടെ ജീവിതത്തിൽ പിന്തുണയില്ലാതെ അതിജീവിക്കാൻ പാടുപെടുന്നു. വളരെ ശ്രദ്ധിക്കണം. സെപ്പിയ പൊതുവെ അവരുടെ ജീവിതത്തിൽ പിന്തുണയില്ലാതെ അതിജീവിക്കാൻ പാടുപെടുന്നു. നേരെ മറിച്ച് തങ്ങളെ പിന്തുണയാക്കാൻ അവർ തന്നെ പാടുപെടുന്നു. ഏറ്റവും നല്ല ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ള ഈ സിനിമയാണ് ജയ സിനിമ. തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി, അബോർഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ദർശന ഈ സിനിമയിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഒരു വഴിയില്ലാതെ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കരയുമ്പോൾ
അവരുടെ ജീവിതത്തിൽ ഒരു പിന്തുണയില്ലാതെ ഇതിനി എങ്ങനെ അതിജീവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയിലോട് മാത്രമേ ആ കുട്ടി ഇരിക്കുന്നുള്ളൂ. നിന്നെ കൊണ്ടിരുത്താൻ കടലക്കൂട് കെട്ടണതാര ഒരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കുന്നു. അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തയെ അതാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള രംഗം. The psychodynamic trauma inside which undermines them or leaves them floundering in starving emptiness is that they do not believe they have their needs met in a relationship or in life because they literally do not know how to verbalize or understand those needs. ഇതെന്താണെന്നറിയാമോ? ഒരു സെപ്പിയുടെ സക്സസ് റേറ്റ് എന്താണെന്നറിയാമോ? നിങ്ങൾ കൊടുക്കുന്ന മെഡിസിൻസിലല്ല. ഒരു 200 പൊട്ടൻസിയോ 30 പൊട്ടൻസിയോ 1M പൊട്ടൻസിയോ 10M പൊട്ടൻസിയോ അല്ല. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കൗൺസിലിങ്ങിലും ആയിരിക്കത്തില്ല. ഒരു സെപ്പിയുടെ ഏറ്റവും വലിയ സക്സസ് റേറ്റ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ലവ്ഡ് വൺസ്. ആ ലവ്ഡ് വൺസ് അവർ കൊടുക്കുന്ന ഇൻഡിപെൻഡൻസ് ആണ്. മനസ്സിലായോ? ഇൻഡിപെൻഡൻസ് ആണ്. 3-4 വയസ്സ് 5 വയസ്സ് അവൻ സ്കൂളിൽ പോകുന്ന വരെ അവൻ അമ്മയ്ക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കത്തില്ല. ഉറങ്ങണമെങ്കിൽ അമ്മ, കതവ് തുറക്കാൻ അമ്മ, സൈക്കിൾ ചവിട്ടാൻ കൂടെ അമ്മ, ബാത്റൂം പോകാൻ കഴുകാൻ അമ്മ, എല്ലാത്തിനും അമ്മ 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 എന്ന് വിളിച്ചത്. നിനക്കെന്താ അച്ഛനെ വിളിച്ചാൽ എന്ത് കുഴപ്പം? അച്ഛൻ വരില്ല എന്ന് അവനറിയാം. അവനോട് പറയാൻ പറ്റുമോ? അത് ആ കുട്ടി, ആ സെപ്പിയ എന്നുള്ള ലേഡി നേരത്തെ മുൻകൂട്ടി അവർ മനസ്സിലാക്കും. എപ്പോ? കല്യാണത്തിന് തൊട്ട് മുന്നെയോ കല്യാണം കഴിഞ്ഞതിന്റെ ഒരു സെറ്റ് മുന്നെങ്കിലും മനസ്സിലാക്കും. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സാധനം, അപ്പൊ കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാകും, കുട്ടി ഉണ്ടായ ഇന്ന ചുമതലകൾ എൻ്റെ തലയിൽ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു വിദ്യ അബോർഷൻ ടു കോയിഷൻ എന്ന് പറയാം. തീർന്നല്ലോ. ഇത് ഒരു എസ്കേപ്പിസം. ഇനി കോയിഷൻ കൊടുത്തേ പറ്റുള്ളൂ, കാരണം ഹസ്ബൻഡ് ഇല്ലെങ്കിൽ വിട്ടിട്ട് പോയാലോ, കോയിഷൻ ആയിക്കോട്ടെ. പക്ഷെ താല്പര്യമില്ലാതെ കോയിഷൻ നിൽക്കുമ്പോൾ ഫിസിയോളജിക്കലായിട്ട് വരുന്ന ഡിസ്ചാർജസ് കുറച്ച് കൂടുതലായിട്ട് വരും. ലൂക്കോറിയ, ബിഫോർ, ആഫ്റ്റർ, മേ ബി ഡ്യൂറിങ് സെക്സ്, സെപ്പിയ. ഇത് ഒരു എസ്കേപ്പിസം. ഇതൊക്കെയാണ് എസ്കേപ്പിസത്തിന്റെ വലിയൊരു ഫാക്ടർ. അപ്പോ ഒരു സക്സസ് റേറ്റ് ഓഫ് സെപ്പിയ നമുക്ക് നിർണ്ണയിക്കുക തന്നെ, ഹസ്ബൻഡ് നീ ഇൻഡിപെൻഡന്റ് ആയിട്ടിരുന്നു, നമുക്കിപ്പോ കുട്ടികൾ വേണ്ട, ഒരു 7-8 വർഷത്തേക്ക് നമുക്ക് കുട്ടികൾ വേണ്ട, അത് കഴിഞ്ഞിട്ട് നീ നമുക്കൊരു നല്ല ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്, സന്തോഷം. സെപ്പയ്ക്ക് ഇതിന് മേളിൽ ഇനി വേറെ സന്തോഷം ഇല്ല. അവരത്രയും നല്ല കാര്യമായിട്ട് തന്നെ നിന്നോളും. അവർ ഒരു 100 വർഷം ഡാൻസ് കളിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് ആണ് ഇവർക്ക് സന്തോഷത്തോടെ വരുന്നത്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഞാൻ വെച്ചത്. ഇതിനെ മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ എനിക്ക് തീരെ അറിയില്ല. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ സൈക്കോ ഡൈനാമിക് ട്രോമ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ഹോമിയോപ്പതിയിൽ നമ്മളത് ഒരു വലിയൊരു കലയാണ്. അത് നമുക്കിതിനെ എന്തു പറയാൻ, ഒരു യുഗം എടുത്താലും നമ്മളെ കൊണ്ട് ഇത് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇത് എവിടെ ചെന്നാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ്, ഇത് എന്താണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് എന്ന് ഒരു തരത്തിലും പിടികിട്ടത്തില്ല. ഞങ്ങളുടെ പഴയ പ്രൊഫസർ, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ KS ഗോപി സാറ്, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, സാറിന്റെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ഈസി പ്രിസ്ക്രൈബർ എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ പലരും ആ പുസ്തകം കയ്യിലുണ്ടാകും. അപ്പോൾ സാറിന്റെ പുസ്തകത്തിനകത്ത് സൈനസൈറ്റിസിനകത്ത് ഒരു ഇന്റർകറന്റ് റെമഡി സൾഫർ 1M ഉണ്ട്, ബേസിലിനം 1M ഉണ്ട്. എന്റെ ഓർമ്മയിൽ എനിക്കുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 13 വർഷം കഴിഞ്ഞു. 13 വർഷം, വളരെ ശിശു. ഇതിലൊരു 7 വർഷത്തെ മുന്നേ ഉള്ള പ്രാക്ടീസ് ടൈമിൽ ഇന്റർകറന്റ് റെമഡി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ആന്റി മയസ്മാറ്റിക് റെമഡിയുടെ ഒരു എഫക്റ്റ് പോലെയാണ്. ചിലപ്പോൾ അതൊരു ആന്റി സൈക്കോട്ടിക്, ആന്റി സിഫിലിറ്റിക്, ആന്റി സോറിക്, അതുപോലെ തന്നെ ഇന്റർകറന്റ് ആയിരിക്കാം. അതുകൊണ്ട് സൾഫർ, മെഡോറിനം, തൂജ, ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് കൊടുത്താൽ മതി എന്നുള്ള സിറ്റുവേഷൻ മാത്രമേ ഞാൻ ഇവിടെ ആലോചിക്കൂ. അതിന് മുകളിൽ ഞാൻ ഒന്നും അതിന് മുകളിൽ ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് ഞാൻ ബേസിലിനം 1M ഒരു വീക്ക്ലി 1 ഡോസ് ആയിട്ട് സൈനസൈറ്റിസിന്, ക്രോണിക് സൈനസൈറ്റിസ് ഞാൻ ഇന്റർകറന്റ് റെമഡി ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ചില പേഷ്യൻസിന് ഭയങ്കര റിസൾട്ടാണ്. അവർ സാർ, അപ്പൊ നിങ്ങൾ ആ പൊടിമരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു 6-7 മാസത്തേക്ക് എനിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ AC ഫാനും മിക്സ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബേസിലിനം 1M, നന്ദി KS ഗോപി സാറിന് നന്ദി. ബേസിലിനം 1M ആക്ട് ചെയ്യാതിരിക്കുന്ന സമയം ഞാൻ സൾഫർ 1M കൊടുക്കുന്നു. അപ്പൊ
അപ്പൊ അവിടെ എനിക്കത് അതും ആക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ വെച്ചോ ചിലപ്പോൾ ഇതൊരു സോറിക് മയാസ്മാറ്റിക് പേഷ്യന്റ് ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ബേസിൽ ലെം അവിടെ വരുന്നത് എനിക്കറിയില്ല. കാരണം അതൊരു സോറിക്കും അല്ല, സിഫിലിറ്റിക്കും അല്ല, ഇനി ട്യൂബർക്കുലർ എന്ത് മയാസ്മാറ്റിക് എനിക്കൊരു പിടിയില്ല. പക്ഷെ എനിക്കതിന് ഉത്തരം ഒരു ദിവസം കിട്ടി. ഉത്തരം നിങ്ങളുടെ കീനോട്ടിൽ തന്നെ ഉണ്ട്. എത്ര പേരാണ് ഇതിനകത്ത് കീനോട്ട് നോക്കി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ കീനോട്ട് നോക്കി പ്രിസ്ക്രൈബ് ചെയ്യുന്നവൻ രാജാവാണ്. ഈ ഒരു സിംറ്റം, അതായത് ഹെഡിലെ ശൈലമേട ഇത് കാണുന്നുണ്ട്, കീനോട്ട് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ കാണുന്നുണ്ട്. സിവിയർ ഹെഡേക്ക്, ഡീപ് ഇൻ, റെക്കറിംഗ് ഫ്രം ടൈം ടു ടൈം, കമ്പലിംഗ്, ക്വയറ്റ് ഫിക്സഡ്നെസ്, അഗ്രവേഷൻ, ഷേക്കിംഗ് ഹെഡ്. ഒന്നും വേണ്ട, നിങ്ങൾ ഈ കീനോട്ട് നിങ്ങൾ എപ്പോൾ കീനോട്ട് വായിച്ചാലും ഒരു വള്ളിപ്പുള്ളി വിടാതെ വായിക്കുക. അതിലൊരു കമ ഉണ്ടോ, ആ കമയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ സിവിയർ ഹെഡേക്ക്, ഭയങ്കര തലവേദനയുള്ള ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിസ് ഏതൊക്കെ നിങ്ങൾക്ക് പറയാം? മൈഗ്രെയിൻ പറയാം, ക്ലസ്റ്റർ ഹെഡേക്ക് പറയാം, സൈനസൈറ്റിസ് പറയാം, ഇനി ആക്യൂട്ട് ഹെമറേജ് പറയാം. ഇത് ഇത്രയും നിങ്ങൾക്ക് ഒരു ഹെഡേക്കിലായിട്ട് ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ദെൻ ഡീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്ത്, അപ്പൊ അത് ക്രോണിസിറ്റി ആയിട്ട്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് കൂടുതലായിട്ടും ആഴത്തിൽ വരാം. അപ്പൊ നിങ്ങൾക്ക് അക്യൂട്ടായിട്ട് വരുന്ന അനൂറിസം, ഹെമറേജ് കട്ട് ചെയ്ത് കളയാം. പകരം ക്ലസ്റ്റർ ഹെഡേക്ക്, മൈഗ്രെയിൻ, സൈനസൈറ്റിസ് ഇത് മൂന്നും വെച്ചേക്കാം. റെക്കറിംഗ് ഫ്രം ടൈം ടു ടൈം, ഒരു സമയം കഴിഞ്ഞ് മറ്റൊരു സമയവും വീണ്ടും വരുന്നുള്ളത്. അപ്പോൾ ക്രോണിസിറ്റി ഇവിടെ ഒരർത്ഥം. കമ്പലിംഗ്, ക്വയറ്റ് ഫിക്സഡ്നെസ്, മിണ്ടാതിരിക്കാനല്ല, ക്വയറ്റ് ആകതല്ല. കമ്പലിംഗ്, ക്വയറ്റ് ഫിക്സഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു അനക്കവും ഇല്ലാതെ ഏത് മെഡിസിൻസ് എടുത്താലും ഒരു അനക്കവും കാണത്തില്ല. ഒന്നെങ്കിൽ അത് ഛർദ്ദിച്ച് തീരണം, അല്ലെങ്കിൽ ഞാൻ ആവി പിടിച്ച് തീരണം, അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞ് താനേ മാറിക്കൊള്ളണം. ഇതാണ് അതിന്റെ അർത്ഥം. അഗ്രവേഷൻ, ഷേക്കിംഗ് ഹെഡ്, ലാസ്റ്റ് സൈനസൈറ്റിസിനും മൈഗ്രെയിനും മാത്രമേ എത്തുള്ളൂ. ഈ 2 കണ്ടീഷൻസിനും ബേസിലിനും ഇന്റർകറന്റ് റെമഡി ആയിട്ട് ഗോപി സാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അതിന്റെ അർത്ഥം. ഇങ്ങനെയാണ് നമുക്കത് ഒരു ഡിസീസ് കണ്ടീഷനിലോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സിംറ്റംസിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഹോമിയോപ്പതിയുടെ സയന്റിഫിസിറ്റി എന്ന് പറയുന്നത്. വളരെ 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 വലുതാണ്. നമ്മളത് എത്ര ആഴന്തോറും നമ്മൾ അതിൻ്റെ അകത്ത് പോകുന്നു അത്രത്തോളം നമുക്കത് കിട്ടും. ഇല്ലേ, നമുക്കത് കിട്ടത്തില്ല. ആരോ എവിടെയോ കൊടുത്ത് എഴുതി വെച്ചിരുന്ന 2-3 മെഡിസിൻസും പ്രിസ്ക്രൈബ് ചെയ്ത് ക്ലിനിക്ക് കഴിഞ്ഞ് പോവാം. ഇനി അടുത്ത പോയിന്റ്, അമിതഭാരം. അതായത് ഒരു വികലാംഗ വിഷാപം. വികലാംഗ വിഷാപം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഡിപ്രഷൻ ഓഫ് സിക്ക് ആണ്. അതിന് ഞാൻ വികലാംഗ വിഷാപം എന്ന് എഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ജോലി ചെയ്യണം തീരുമാനിക്കും, പക്ഷെ ഇവരുടെ തലവേദനയോ അല്ലെങ്കിൽ ഇവരുടെ കൈ കാലിലെ മുട്ടിലെ വേദനയോ അതൊരു വികലാംഗ പോലെ അവർക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ തീർന്ന്, അപ്പോൾ കൈ ജോയിന്റ് പോയി, അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായിട്ടുണ്ട്, ഞാൻ ഇത്രയും നാളും ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കുണ്ട്, അപ്പം എൻ്റെ നല്ല പ്രായം പോയി കഴിഞ്ഞു, എനിക്ക് ഒരു സ്വാതന്ത്ര്യം പോലും കിട്ടിയില്ല. ജനിച്ചു, പ്രായമായി, കല്യാണം കഴിപ്പിച്ചു, കുട്ടി ഉണ്ടാക്കി, ബാക്കി അങ്ങേർക്ക് വെച്ച് വിളമ്പി, ഇപ്പം അസുഖമായി. അപ്പൊ ഇനി എനിക്കൊരു ലൈഫ് ഇല്ല, തീർന്നു, ഇത്രയേ ഉള്ളൂ. വികലാംഗ വിഷാദം. ഞാൻ ഈ ജീവിതം വിട്ട് ഞാൻ വേറെ എവിടെയോ പോകാൻ തോന്നും, ഞാൻ സന്യാസിയായിട്ട് പോയാൽ കൊള്ളാൻ തോന്നും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. നമ്മളെ രക്ഷപ്പെടുത്തി ഇതിൽ നിന്ന് എടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ലെവലിൽ വരെ അവർ ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് XOR ഏതോ ഒരു പേര് വിളിച്ച് ഭാര്യ വിളിക്കും, എന്തോ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് വീണ്ടും അതേ പണിക്ക് തന്നെ പോകും. കാരണം ഒരു കൂശലും ഇല്ലാതെ പോവുകയും ചെയ്യും. ഈ അർബുദത്തിന് മുന്നേ ഉള്ള ടെൻഷൻ, കോപം, കരയുന്ന വിഷാദം എല്ലാത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ആലോചിച്ച് കൂട്ടുന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഒരു കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പകരം ഡിപ്രഷനും ഫോർസേക്കൺ ഫീലിംഗ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്തേ പറയും, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ചിന്തിക്കും, അവർ നമ്മളെ നെഗ്ലക്ട് ചെയ്യുവോ, ഇല്ലെങ്കിൽ അവർ നമ്മളെ അടുത്ത് നിർത്തിക്കുവോ, ഇല്ലേ ഇനി പുതിയതായിട്ട് ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ പോലും അത് നന്നായിട്ട് എത്തുമോ, നന്നായിട്ട് എത്തുമില്ലേ എന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തന്നെ ഇതിനെ ചിന്തിച്ച് വരുമ്പോൾ 28 ദിവസത്തെ സൈക്കിൾ ആവും. ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. കുട്ടികൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീകൾക്കായിരുന്നാലും
ഏതൊരു കണ്ടീഷൻ 28 സൈക്കിൾ ഡ്യൂറേഷനിൽ പീരിയോഡിസിറ്റിയിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അത് സെപ്പിയാണ് മെഡിസിൻ. ഇത് ഓർത്ത് വെച്ചോളൂ. മെന്നിനായിരുന്നാലും എന്നെ കഴിഞ്ഞ മാസം അപ്പൊ 28 ദിവസം കഴിഞ്ഞ് ഇന്ന് വരുന്നുണ്ട്, 28 ദിവസം കഴിഞ്ഞ് അടുത്ത വീണ്ടും ഈ പ്രശ്നം വരുന്നുണ്ട് എന്നൊരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടോ അത് സെപ്പിയാണ്. 28 ഡേ സൈക്കിൾ എന്നുള്ളത് സെപ്പിക്കുള്ളത് മാത്രമാണ്, വേറെ ആർക്കുമില്ല. ഇവർ ഈ ആലോചിച്ച് കൂട്ടി 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 എത്തുമ്പം അടുത്ത മെൻസസ് എത്തും. പ്രീ മെൻസ്ട്രൽ ഡിപ്രഷൻ, പ്രീ മെൻസ്ട്രൽ കോസേറ്റീവ് ഫാക്ടർ സെപ്പിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നേ ഉണ്ടാവുന്ന ടെൻഷനും ശരി, ആങ്കറും ശരി, ഒരു കരയാനുള്ള ഒരു ടെൻഡൻസി എല്ലാം സെപ്പിക്കുള്ളത് മാത്രമാണ്. ഒരു കേസ് എൻ്റെ പ്രൈവറ്റ് ക്ലിനിക്കിലെ കേസാണ്. ഇതെൻ്റെ സ്വന്തം ക്ലിനിക്കിൻ്റെ കേസ് റെക്കോർഡാണ്, ഞാൻ കാണിച്ചു തരാം. പേഷ്യൻ്റെ പേര് ഹരികേഷ് എന്നാണ്. ഡോക്ടറെ കഴിയുന്നതും പേഷ്യൻസിന്റെ പേര് പറയണ്ടേ? ഇല്ല ഇല്ല, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായതുകൊണ്ടേ. ഓക്കെ, ഞാൻ പേഷ്യന്റിനോട് സമ്മതം മേടിച്ചിട്ടുണ്ടായിരുന്നു സാർ, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയത്തില്ല. ഇതൊരു കേസ് ഓഫ് ഒരു ഓട്ടിസം ആണ്. 10 വയസ്സാണ് കുട്ടിക്കുള്ളത്. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കേസാണ്. ഇതിലൊരു ഞാൻ ഓട്ടിസം കേസിനെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പഴയ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ADHD ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഓട്ടിസം ADHD മിക്സഡ് കേസ് ഒക്കെ ആയിരുന്നു. അതിൽ ഞാൻ ടറൻഡുല ഹിസ്പാനിക്ക തുടങ്ങി കുറേ മെഡിസിൻസ് കൊടുത്തു. അവസാനം എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡിസംബർ മാസം ഒരു ദിവസം ഈ അമ്മ എന്നോട് വന്ന് കരഞ്ഞിട്ട് ഒരു സിംറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡിഫറൻസ് ടു ഫാമിലി മെമ്പേഴ്സ് എടുത്ത് ഞാൻ സെപ്പിയ 200 ഒരൊറ്റ ഡോസേ കൊടുത്തോളൂ, അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇവൻ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ പ്രശ്നമില്ല സാർ, തൊട്ടടുത്തുള്ള കുട്ടികളോട് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. എന്നെ കാണുമ്പോൾ മാത്രമുള്ളൂ ഇവന് ദേഷ്യവും, എന്നെ കാണുമ്പോൾ മാത്രമുള്ളൂ ഇവന് സംസാരമില്ല, എന്നെ കാണുമ്പോൾ ഇവനൊരു കരച്ചിൽ, എന്നെ കാണുമ്പോൾ കുറച്ചുകൂടെ ഇളക്കം കൂടുതലാണ്, എന്നോട് മാത്രമേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ചെയ്തു, കരയുകയും ചെയ്തു. ഇവരുടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ പയ്യൻ 5ാമത്തെ മാസം വയറ്റിലിരിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡ് ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മ്യൂച്വൽ ഡൈവേഴ്സ് ആണ്. എന്താ കാരണം എന്നുള്ളത് ഹസ്ബൻഡിനും അറിയില്ല, ഈ ലേഡിക്കും അറിയില്ല. ഈ ലേഡിനോട് ഡൈവേഴ്സ് വേണമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് നിന്നോട് ജീവിച്ച് മടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ശരി മ്യൂച്വൽ ഡൈവേഴ്സ് തരാം, ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. ഒരു കാര്യമില്ലാതെ അവർ പിരിഞ്ഞു പോയി. അത് അവർക്കൊരു വലിയൊരു ഷോക്ക് ആ പ്രസവ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം, മോൻ ഇങ്ങനെ ഉണ്ടായിരിക്കാം, അത് നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. ബട്ട് മോന്റെ ഒരു 10 വയസ്സ് വരെ അവർ കുറെ കഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു 6 വയസ്സ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു, അമ്മയുടെ കൂടെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ടുള്ള ഈ 4 വർഷം വരെ അവനെ അമ്മ എന്ന് കാണുമ്പോൾ തന്നെ ആ സമയത്ത് അവന് ദേഷ്യം വരും. ഈ ഒരു സിംറ്റം കണ്ടുപിടിക്കാൻ അവർ കുറെ പാടുപെട്ടു. കാരണം ഇവരെല്ലായിടത്തും ഇതുപോലെയാണെന്ന് പറഞ്ഞ് ഇവർ ഓവർ കെയർ നടത്തുമ്പോൾ ആ പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന്, അതായത് ഈ നമ്മുടെ ഈ പ്ലേ സ്കൂളിൽ നിന്നുള്ള ടീച്ചർ പറയുന്നു ഇവിടെ ഒരു പ്രശ്നമില്ല മാഡം, നിങ്ങൾ ഇപ്പൊ ഏത് ഡോക്ടറിനെ കാണിക്കുന്നത്, നല്ല മെഡിസിൻ ആണല്ലോ കൊടുക്കുന്നത്, നല്ല സുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അവരും ഓക്കെ ശരി എന്ന് പറഞ്ഞു. എന്നോട് ഒന്ന് പറയും സാർ കുഴപ്പമൊന്നുമില്ല, തുള്ളി മരുന്ന് കഴിക്കുമ്പോൾ ആള് കുഴപ്പമില്ല, ഞാൻ പ്ലാസിഫ്ലോറ ടിഞ്ചറാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ആള് ഓക്കെ ആണ്, ശാന്തമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, സ്കൂളിൽ നിന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ വന്ന് നിങ്ങളോട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുള്ളത്, നല്ല ദേഷ്യമൊക്കെ പെടും, ഒന്നും പറഞ്ഞാലൊന്നും കേൾക്കാറില്ല. ഞാൻ കൊടുത്ത മെഡിസിൻ സെപ്പിയാണ്. അന്ന് മുതൽ ഞാൻ ഫീൽസ് ബെറ്റർ എന്നല്ലാതെ വേറെ ഒരു റൂബ്രിക്കും ഇതിനകത്ത് എഴുതേണ്ടി വരുന്നില്ല. ഇതിനകത്ത് അക്യൂട്ട്സ് ഒരു ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ റെഡിയാക്കിയിരുന്നു. ഒരു അക്യൂട്ട് ലിംഫഡിമ ഉണ്ടായിരുന്നു, അതല്ല ഇപ്പൊ വരെ അവൻ നല്ല ബെറ്റർ ആണ്. അതിന്റെ ഒരു ഇമ്പാക്ട് അവർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഓക്കെ, ഇത് അവരുടെ അമ്മ എനിക്ക് പ്രത്യേകിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കേസ് ഡിസ്കഷന് വേണ്ടിയാണ് നിങ്ങളുടെ വീഡിയോ കിട്ടുന്നത് വെച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ തരാമെന്ന് പറഞ്ഞു, പെർമിഷൻ ഉണ്ടായിരുന്നു. സെപ്പിയനെ കുറിച്ച് ഞാൻ ഒരുവിധം നല്ലോണം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അവസാനമായി ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. സെപ്പിക്ക് ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഡെലൂഷൻ, ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ ആൾക്കാർ ഒരുപാട് വന്നു പോയി കാണുന്നുണ്ടെന്നൊരു സിംറ്റം പറയും. അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഒന്നെങ്കിൽ അവരവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്നുണ്ട് എൻ്റെ അർത്ഥം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പൊട്ടൻഷ്യൽ ത്രെറ്റ്, അവരൊരു നല്ലൊരു ത്രെറ്റിലാണ് ചെന്ന് എത്തുന്നുള്ളതിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് സെപ്പിയ ലേഡിക്കകത്തുണ്ട്. തന്നെയും
താൻ ഒരു അമ്മയായിട്ടും താൻ ഒരു ഭാര്യയായിട്ടും ഇന്ന് വരെ ആ ഒരു പ്രത്യേകിച്ച് ഒരു ലൈഫ് സിറ്റുവേഷനിൽ എത്തുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവരുടെ നല്ല കാലം എന്ന് പറയുന്നത് കല്യാണത്തിന് മുന്നേ വരെ ഉള്ളതും നല്ല കാലങ്ങളായിരിക്കാം. ഇത് പറഞ്ഞു ഈ സെക്ഷൻ ഞാൻ നിർത്തുകയാണ്. ലാസ്റ്റ് 6 minutes ഞാൻ മാഡത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, എന്താ പറയുക, വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ അത്ഭുതാവഹമായ ഒരു ക്ലാസ് ആയിരുന്നു. വളരെ സെപ്പിയെ കുറിച്ച് എന്താണ് ഇനി ഇതിൽ കൂടുതൽ പറയാൻ, എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്തു കാണും. സെപ്പിയെ ഇങ്ങനെ ഒരു തലത്തിലാരും ചിലപ്പോൾ ക്ലാസ് എടുത്ത് കാണില്ല. അത്ര വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ദേവൻ ഡോക്ടർ ഇടയ്ക്ക് വെച്ചൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നത്, ഡോക്ടറെ അത് ഈ ക്ലാസ് നടക്കുമ്പോൾ അതിന്റെ ആ ഒരു ഒഴുക്കിനെ ബാധിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അപ്പോഴേ ഡോക്ടറെ വിളിക്കാൻ. ഞാൻ ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്താണ് അപ്പോഴ് കഴിഞ്ഞില്ല ചോദിക്കാൻ. ഡോക്ടർ ഇനി എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാനായിരുന്നോ എന്ന് അറിയത്തില്ല. എന്തായാലും ദേവൻ ഡോക്ടർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിന് ഇനിയും ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ജയലളിത ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത ഡോക്ടറിലേക്ക്. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ എക്സലന്റ് സെഷൻ ആയിരുന്നു. ഞാൻ ചോദിക്കാൻ വന്നതേ, ഞാനൊരു ക്ലാസ് ഇതുപോലെ തന്നെ സേപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഞാൻ കേട്ടേക്കണത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ, ഒരു കുട്ടി അങ്ങനെയാണല്ലോ പറഞ്ഞത്, പിന്നെ ഉണ്ടാവും. പക്ഷെ സേപ്പിയയില് ഒരു പോയിന്റ് ഈ നോട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് മക്കളെ പ്രസവിച്ച് ഭർത്താവാണെങ്കിൽ കുടിച്ച് വന്നതായിരിക്കും ചിലപ്പോ. അപ്പൊ അയാള് ഒന്ന് ഛർദ്ദിച്ചെന്നുണ്ടെങ്കിൽ ആ തുണികൾ അലക്കി, ഈ കുഞ്ഞുങ്ങളുടെ തുണികളും അലക്കി, അപ്പോഴാണെന്ന് അതിനെ ഒരു വാഷർവുമൻസ് റെമഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മക്കളെ പ്രസവിച്ച് ഇങ്ങനെ ആയി കഴിയുമ്പോഴാണ് അവർക്ക് ആ ഹസ്ബൻഡിനോട് വെറുപ്പ് തോന്നണത്. അങ്ങനെ വരുമ്പോ അതൊരു ഇൻഡിഫറന്റ് ആയിട്ട് മാറാം എന്നാണ് ഞാൻ ക്ലാസ് കേട്ടേക്കണത്. പക്ഷെ ഇന്ന് ഡോക്ടർ പറഞ്ഞത് ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്ന്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്റെ ഡൗട്ട് ഒരു ഇതുമായിട്ട് കണക്ഷൻ ഉള്ളതല്ല. ബ്രയോണിയ മെഡിസിനില് ഹെഡേക്ക് ഫ്രം ഐറണിങ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു മീനിങ് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം. ഹെഡേക്ക് ഫ്രം ഐറണിങ്, അയേണിങ് ആണോ അത്? അത് അയണിങ് ആണ് മാഡം, അത് ഐറണിങ് അല്ല, അയണിങ് ആണ്. തേക്കുമ്പോഴാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല മാഡം, തേക്കുമ്പോൾ ആ ഒരതല്ല. മാഡം ഞാൻ നിങ്ങളുടെ ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം. കാരണം അത് എനിക്ക് എന്റെ കയ്യിൽ നോട്ടുണ്ട്, ഞാനത് കണ്ടെത്തി എനിക്ക് ഞാൻ പറഞ്ഞുതരാം മാഡം. ഞാൻ എന്തായാലും മാഡത്തിന്റെ പേര് ഒന്ന് പറഞ്ഞു. അന്വേഷിച്ചിട്ട് എനിക്ക് അത് കിട്ടിയില്ല. എന്താണ് തീർച്ചയായിട്ടും ഇല്ല മാഡം, എന്റെ കയ്യിൽ പോയിന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് ഡോക്ടർ പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. പിന്നെ വിഷയത്തിന്റെ ആ ഒരു സംശയം ഡോക്ടർ ഒന്ന് പറയാം. മാഡം അത് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം കെന്റ് ലെക്ചേഴ്സ് ഓഫ് ഹോമിയോപ്പത്തിക് മെറ്റീരിയൽ മെഡിക്ക കെന്റിന്റെ ബുക്ക് അതിലെടുക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ്, സെപ്പിയ ഈസ് സൂട്ടഡ് ടു tall, slim woman with narrow pelvis and lax fibers and muscle, such as the woman is not well built as a woman. ഒരു പ്രസവിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ഒരു കുട്ടിയാണ് സെപ്പിയ. ഈ പോയിന്റ് ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് ആ പോയിന്റ് പറഞ്ഞത് മാഡം. പക്ഷേ 1 മണിക്കൂർ എനിക്ക് സെപ്പിയെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15% ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 85% മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും വേണം. അതിൽ വാഷർ വുമൻസിനുള്ള പോയിന്റ് ഞാൻ ഒരു സ്ഥലത്തും പോലും പറഞ്ഞിട്ടില്ല. കാരണം അത് പറഞ്ഞു തുടങ്ങിയാൽ മാഡം നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വലിയ കഥയാണ്. അതിന്റെ പുറകെ 2-3 നോവലുണ്ട്. ഹൊറേഴ്സ് എൻഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ നോവലിന്റെ അകത്ത് നല്ല രീതിയിൽ ഒരു അൺഹെൽത്തി സെപ്പിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ. അങ്ങനെ അതിനെ കമ്പയർ ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ പോയിന്റ് ഒന്നും ഞാൻ എടുത്തില്ല മാഡം. പക്ഷെ മാഡം പറഞ്ഞ പോയിന്റ് വളരെ എഫക്റ്റീവ് ആണ്. ഇത് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ട് കിട്ടി. അതിൽ കുറച്ചുകൂടി പറയാനുണ്ട്. തുടങ്ങിയാൽ ബാക്കിയുള്ള 2 മിനിറ്റ് തീരും. ഞാൻ എന്തായാലും അത് അടുത്ത സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം മാഡം. ഞാനും തെറ്റായിട്ട് മാഡം പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റ് ആണ്, എടുത്തു തന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ ഞാൻ അത് വിട്ടുപോയതല്ല. ഞാനത് അടുത്ത സെക്ഷനിൽ പിന്നെ ഒരു ക്ലാസ് പറയാന്ന് വെച്ചിട്ടുണ്ട്. എന്ന് പറയാൻ എന്താണ് കാരണം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനിയും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ തീർച്ചയായിട്ടും സെപ്പിയ തന്നെ ഒരു വിഷയം ആക്കിയെടുത്ത് ഒരു ദിവസം കൂടി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ.
ഹരിഹരൻ സാറ്. ആ നന്നായിരുന്നു ഡോക്ടറുടെ ക്ലാസ്. സെപ്പിയെ കുറിച്ച് നന്നായിരുന്നു. പക്ഷെ എനിക്ക് ചില ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അതിൽ ഒരു ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഈ സെപ്പിയ ഡോക്ടർ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്, ആണുങ്ങളുടെ ഡ്രസ്സ് ഇടുന്നത്, ഇതൊക്കെ ആ കുട്ടിയുടെ ബോഡി കാണാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആക്ച്വലി എൻ്റെ ഒബ്സർവേഷനിലും ഞാൻ വായിച്ചിരിക്കുന്നതും എല്ലാം കൂടെ വെച്ച് പറയുകയാണെങ്കിൽ, വാസ്തവത്തിൽ ഈ സെപ്പിയ എന്ന് പറയുന്നത് പെൺകുട്ടികളിലെ ഒരു ആൺകുട്ടിയാണ്. അപ്പം അതെ സാർ, എക്സാക്ട്ലി. പെൺകുട്ടികളിലെ ഒരു ആൺകുട്ടിയാണ് സെപ്പിയ. അപ്പം ഈ ആൺകുട്ടികളുടെ ചേഷ്ടകള് ഒക്കെ, അതായത് ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ, ഒരു സെപ്പിയ ലേഡി ഷീ ലൈക്ക് ടു ബിക്കം എ പോലീസ് ഓഫീസർ. അത് ഒരു പോലീസ് ഓഫീസർ ആകാനായിട്ട് സാധാരണ ആണുങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് പെൺകുട്ടി അത് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനർത്ഥം അതിന് സെപ്പിയ മൈൻഡ് ഉണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അതുപോലെ ഡോക്ടർ തൊട്ട് മുമ്പേ പറഞ്ഞു ആ കുട്ടിയുടെ ഷേപ്പിനെ കുറിച്ച്. വാസ്തവത്തിൽ സെപ്പിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് പോലും അത് ഇൻ സച്ച് എ വേ ബിൽറ്റ് ഒരു ആൺകുട്ടിയുടെ ബോഡി സ്ട്രക്ചർ ആണ് വാസ്തവത്തിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെപ്പിയയ്ക്ക് ചെസ്റ്റ് ഉണ്ടല്ലോ, ഈ ബ്രസ്റ്റ് വളരെ കുറവായിരിക്കും, വളരെ ഒരു ഫ്ലാറ്റൻഡ് ചെസ്റ്റ് എന്നാണ് ആ റൂബ്രിക് തന്നെ പറയുന്നത്. ഫ്ലാറ്റൻഡ് ചെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ എന്താ ഹോർമോണൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. ഈ ഹോർമോൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് അതുകൊണ്ടാണ് ഈ കുട്ടി, ഈ സെപ്പിയ പെൺകുട്ടി ഈ പീരീഡ്സിനെ സംബന്ധിച്ച് ഒത്തിരി പ്രയാസപ്പെടുന്നതിന്റെ കാര്യം അതാണ്. ആ ഹോർമോൺസിന്റെ ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ആ കുട്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്രൈയിങ് വിത്തൗട്ട് റീസൺ, അതൊരു മെയിൻ റൂബ്രിക്കാണ് സെപ്പിയയുടെ. ഡോക്ടർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. വേറെ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ സമയമില്ല. എനിക്ക് മുഖ്യമായിട്ട് ഞാനിതാ പറയാൻ വന്ന് ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ചും, പിന്നെ ഈ സെപ്പിയയുടെ ആൺകുട്ടിയാകാനാണ് ആ കുട്ടിക്ക് ഇഷ്ടം. അതിലൊന്ന് പറഞ്ഞിട്ടെ, അതാ കൺമകം സിനിമയിലെ മഞ്ജു വാര്യറെ കണക്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. അത് മഞ്ജു വാര്യർ സിനിമയിലെ ഒരു ആൺകുട്ടിയുടെ പ്രകടനം തന്നെയാണ്, അല്ലെങ്കിൽ അതുപോലെ ഉള്ള ധൈര്യവും പ്രകടനങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ ഒരു മിനിറ്റ്. ഡോക്ടർ അബ്ദുൾ റസാഖ് സാറിന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സാറിന്റെ ഓഡിയോ കണക്ട് ചെയ്തിട്ടില്ല. സാർ ഒന്ന് ലീവ് ചെയ്തിട്ട് കയറാമെങ്കിൽ സാറിന് സംസാരിക്കാൻ പറ്റും. ഓഡിയോ കണക്റ്റഡ് അല്ല, അതൊന്ന് പറയാൻ വേണ്ടിയാണ്. ഡോക്ടറെ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതലേ റസാഖ് ഡോക്ടർ വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. ഡോക്ടർക്ക് കേൾക്കാം. പക്ഷെ ശരി. വാഷർ വുമന്റെ ഇന്റർപ്രിട്ടേഷൻ, വാസ്തവത്തിൽ അതിന് ഇത്ര വലിയ ഗഹനമായ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം അലക്കുകാരുടെ കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന ആ സിംറ്റംസ്, സ്കിന്നിൽ ഉണ്ടാകുന്ന സിംറ്റംസ് നിങ്ങൾ നോക്കിയേ. അപ്പോൾ അത് അങ്ങനെ കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കുകയും പിന്നെ സോപ്പും ഇതുമായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഉണ്ട്. അത് അതിന് നമുക്ക് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്താലും സെപ്പിയ കൊണ്ട് അത് ക്യൂർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കൊടുക്കാം. അല്ലാതെ ഗഹനമായി നമ്മൾ ഈ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ കാട് കയറേണ്ട ആവശ്യമില്ല. നമ്മള് കാട് കയറാതെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം. പിന്നെ കാട് കയറണോ? ഓക്കെ ഡോക്ടറെ, ഞാൻ സമയം ഒത്തിരി ആവും. ഞാൻ അങ്ങനെ എന്തായാലും വളരെ നല്ല ഒരു ഇൻഫർമേഷൻ ആയിരുന്നു സാർ. അതെ, നല്ല ചർച്ചയും നടന്നു. തീർച്ചയായും നമുക്ക് ഇങ്ങനെയുള്ള സെഷനുകൾ ആവശ്യമാണ്. ഓക്കെ, ധനേഷ് ഡോക്ടറെ കഴിഞ്ഞോ? ധനേഷ് ഡോക്ടർക്ക് നാളെ നമ്മുടെ കൂടെ എത്തുന്നത് ഡോക്ടർ മനോജ് കുമാറാണ്.
വൈറ്റമിൻ ഡി സത്യമോ മിഥ്യയോ എന്നൊക്കെ ഉള്ള മനോജ് കുമാറോ? അതെ 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 അതെ. ഓക്കെ ഡോക്ടറെ, അപ്പോ നമുക്ക് ഹ്യൂബർട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞ് നമ്മുടെ അരവിന്ദാക്ഷൻ ഡോക്ടർക്ക് നന്ദി കൂടി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഹ്യൂബർട്ടിനെ ക്ഷണിക്കും. ഇല്ല, ഞാൻ ഐറണിയുടെ അർത്ഥം ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ അത് വിരോധാഭാസം എന്നാണ് മലയാളത്തിലുള്ള എൻ്റെ അർത്ഥം, ഐറണി. അത് എങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ള എനിക്ക് അറിയത്തില്ല. ഡോക്ടർ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എന്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട് സാർ, ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓർത്ത് പറഞ്ഞുതരാം സാർ. ബ്രയോണിയയില് ഓക്കെ, ഞാൻ ഇത് പറയാൻ വേണ്ടിയാ ജസ്റ്റ്. നന്ദി കൂടെ പറയണം ഡോക്ടർക്ക്, നന്ദി കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഏതായിരുന്നാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ രസകരമായിട്ട് ക്ലാസ് എടുക്കുന്ന സ്വഭാവം ഡോക്ടറിനുള്ളത് കൊണ്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലായതുകൊണ്ടും ഏതായിരുന്നാലും വിഷയത്തിൽ ഒരുപാട് ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാനായിട്ട് ഒരുപാട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഡോക്ടറിന് കഴിയുന്നുണ്ട്. അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഈ ഒഴുക്കിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വെട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാ. അപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ ഗഹനമായിട്ട് ആലോചിക്കുകയും ചെയ്യും. അരവിന്ദാക്ഷൻ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ എവിടെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. അതെ, ഏതായിരുന്നാലും നന്നായിട്ടുണ്ട്. ഡോക്ടർ ക്ലാസ് നന്നായിട്ട് നല്ല രസകരമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. കഥകളും എല്ലാം കൂടെ ആയിട്ട് വളരെ നന്നായിരിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ. ഇനിയും വരിക, കൂടുതൽ ആശയങ്ങളുമായി കൂടുതൽ വെടിപ്പടക്കങ്ങളുമായി വരിക. താങ്ക് യു. ശരി സാർ. നന്ദി ഡോക്ടർ ഹ്യൂബർട്ട്. എന്തായാലും 1324 ദിവസം വളരെ ഗംഭീരമായി സെപ്പിയെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത എക്സ്പ്ലനേഷൻസ് എല്ലാം നൽകി നല്ലൊരു ക്ലാസ് എടുത്ത അരവിന്ദാക്ഷൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം.